വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ. നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കും: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ വചന ശുശ്രൂഷയിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ഈശോ നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. ഈശോ നമ്മോട് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ. അതായത് ഈശോ നമ്മോട് പറഞ്ഞു തരുന്ന ഈ മനോഭാവങ്ങളോട് കൂടെ പ്രാർത്ഥിക്കുവിൻ. ഇപ്രകാരമുള്ള ചിന്തകളോടുകൂടെ പ്രാർത്ഥിക്കുവിൻ. പ്രാർത്ഥിക്കുവാൻ ഇരിക്കുമ്പോൾ, പ്രാർത്ഥിക്കുവാൻ നിൽക്കുമ്പോൾ ഒക്കെ ഉണ്ടാകേണ്ട ഒരു ആന്തരികമായ ഭാവത്തെയാണ് ഈശോ നമുക്ക് പറഞ്ഞു തരുന്നത്. മനോഹരമായ ഈ പ്രാർത്ഥനയിൽ 7 യാചനകളാണ് ഉള്ളത്. ഈശോ പറയുന്നു, ഒന്നാമത്തെ യാചന, പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. നമ്മുടെ പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രമാണ് ദൈവത്തിൻ്റെ നാമം പൂജിതമാകണം എന്ന നിയോഗം. ദൈവം മഹത്വപ്പെടണം. അവിലായിൽ വിശുദ്ധ അമ്മ ത്രേസ്യ പറയും, നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? ആരാണ് പ്രാർത്ഥിക്കുന്നത്? എന്താണ് പ്രാർത്ഥിക്കുന്നത്? ഈ 3 കാര്യങ്ങളെക്കുറിച്ച് വ്യക്തത വേണം, ക്ലാരിറ്റി വേണം. നമ്മൾ പ്രാർത്ഥിക്കുന്നത് പിതാവായ ദൈവത്തോടാണ്. ബലഹീനരായ പക്ഷേ മക്കളായ നമ്മളാണ് പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥിക്കുന്ന ഒന്നാമത്തെ കാര്യം ഇതാണ്: ദൈവമേ, നിന്റെ നാമം പൂജിതമാകണമേ. ഈ പ്രാർത്ഥനയിലുള്ള രണ്ടാമത്തെ യാചന, ദൈവമേ, അങ്ങയുടെ രാജ്യം വരണമേ. പിതാവിൻ്റെ രാജ്യമാണ് വരേണ്ടത്. എല്ലാം ഭരിക്കേണ്ടത്, എല്ലാം നിയന്ത്രിക്കേണ്ടത് അവിടെ നിന്നാണ്. ദൈവത്തിൻ്റെ നീതിയാണ് ഭൂമിയിൽ പൂർണ്ണമാകേണ്ടത്. അവിടുത്തെ അധികാരത്തിൻ്റെ കീഴിലേക്ക് സമർപ്പിച്ചുകൊണ്ടുള്ളൊരു പ്രാർത്ഥനയാണ്, ദൈവമേ, അങ്ങയുടെ രാജ്യം വരണമേ. എൻ്റെ തന്നെ രാജ്യമല്ല വരേണ്ടത്, മനുഷ്യരുടെ രാജ്യമല്ല വരേണ്ടത്. ദൈവമേ, അങ്ങയുടെ രാജ്യം വരണമേ. രണ്ടാമത്തെ യാചന. മൂന്നാമത്തെ യാചന, ദൈവമേ, അങ്ങയുടെ ഇഷ്ടം പൂർണ്ണമാകട്ടെ, സ്വർഗത്തിൽ എന്നതുപോലെ. അതായത് സ്വർഗത്തിൽ നിറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ ഹിതം ഭൂമിയിലും എല്ലാ മനുഷ്യരിലും സർവ്വജീവജാലങ്ങളിലും പൂർണ്ണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മൂന്നാമത്തെ യാചന. നാലാമത്തെ യാചന, ദൈവമേ, ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം അങ്ങ് തന്നെ തരണമേ. ഞങ്ങൾക്ക് ഉത്തമമായ ദാനങ്ങൾ ലഭിക്കുന്നത്, പരിപൂർണമായ ദാനങ്ങൾ ലഭിക്കുന്നത് ദൈവമേ സ്വർഗത്തിൽ നിന്നാണ്. മാറ്റമോ മാറ്റത്തിൻ്റെ നിഴലോ ഇല്ലാത്ത പിതാവേ അങ്ങയിൽ നിന്നാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് ഞങ്ങൾക്ക് തരണമേ എന്ന നാലാമത്തെ യാചന. അഞ്ചാമതായി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ പാപങ്ങൾക്ക് ക്ഷമ നൽകണമേ. ക്ഷമിക്കുന്നവനായ ദൈവമേ, ഞങ്ങളോട് ക്ഷമിക്കണമേ. കാരണം ഞങ്ങൾ പാപം ചെയ്തിട്ടുള്ളവരാണ്.
ഞങ്ങൾ തിന്മ ചെയ്തിട്ടുള്ളവരാണ്, ഞങ്ങൾ ബലഹീനരായിട്ടുള്ളവരാണ്, പാപത്തിൻ്റെ കറകളും പാപത്തിൻ്റെ കടങ്ങളും കളങ്കങ്ങളും പേറി നടക്കുന്നവരാണ് ഞങ്ങളോട് ക്ഷമിക്കണമേ. നിന്റെ ക്ഷമ കൂടാതെ ഞങ്ങൾക്ക് ഒരു ദിവസം മുന്നോട്ട് പോകാൻ പറ്റില്ല. കർത്താവേ, നീ ഞങ്ങളോട് ക്ഷമിക്കുന്നില്ല എങ്കിൽ ഞങ്ങൾ ഒരനുഗ്രഹത്തിനും യോഗ്യരാവുകയില്ല. അതുകൊണ്ട് ദൈവമേ, ഞങ്ങളോട് ക്ഷമിക്കണമേ. ആറാമതായി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഞങ്ങളെ സംരക്ഷിക്കണമേ. കാരണം ഞങ്ങൾ നിരന്തരം പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുന്നവരാണ്. ഈ പ്രലോഭനങ്ങളിൽ വീഴാതെ ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരണമേ, സംരക്ഷണം നൽകണമേ. വിനാശങ്ങളിൽ നിന്ന്, അസ്ത്രങ്ങളിൽ നിന്ന്, പൈശാചികമായിട്ടുള്ള പീഡകളിൽ നിന്ന് ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ. നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം കർത്താവേ, അങ്ങയുടെ ചിറകിൻ്റെ കീഴിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ. ആറാമത്തെ പ്രാർത്ഥന പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്. ഏഴാമത്തെ പ്രാർത്ഥന രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്. ദൈവമേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ കഴിവുകൊണ്ട് ഞങ്ങൾക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയുകയില്ല. ഞങ്ങളുടെ തീരുമാനങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയുകയില്ല. ഞങ്ങൾ വീണ് കിടക്കുന്ന ഈ പടുകുഴിയിൽ നിന്ന് പുറത്ത് കിടക്കണമെങ്കിൽ ദൈവമേ, നീ തന്നെ ഇടപെടുകയും ഞങ്ങളെ നിന്റെ കരം നീട്ടി രക്ഷിക്കാൻ കഴിവുള്ള നിന്റെ കരം നീട്ടി, കുറുകിപ്പോകാത്ത നിന്റെ കരം നീട്ടി നീ ഞങ്ങളുടെ കരം പിടിച്ച് ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ. ഏഴാമത്തെ യാചനയാണ്, ദൈവമേ, അങ്ങ് ഞങ്ങളെ രക്ഷിക്കണമേ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, ഈ 7 യാചനകൾക്കും ഒരു ആരോഹണ ക്രമമുണ്ട്, ഒരു അവരോഹണ ക്രമമുണ്ട്. നമുക്കറിയാം, ആരോഹണ ക്രമം എന്ന് പറഞ്ഞാൽ താഴത്തു നിന്ന് മുകളിലേക്കുള്ള ഒരു കയറ്റം. അവരോഹണ ക്രമം എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് താഴേക്കുള്ള ഒരു പ്രയാണമാണ്. എന്താണ് ഈ പ്രാർത്ഥനയുടെ ഒരു ആരോഹണക്രമം? ആരോഹണക്രമം ഇതാണ്. തിന്മയിൽ നിന്ന്, തിന്മ എന്ന് പറയുമ്പോൾ ആത്യന്തികമായി ദൈവത്തെ അറിയാത്ത അവസ്ഥയിൽ നിന്ന്, ദൈവം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന്, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ട് കിടക്കുന്ന ഒരു സാഹചര്യമാണ് തിന്മ. ദൈവത്തെ നഷ്ടപ്പെട്ടിരിക്കുന്നു, അതാണ് പരമമായ തിന്മ. ഈ തിന്മയിൽ നിന്ന് ദൈവമേ, നീ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങനെ തിന്മയിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവിലേക്ക് ഞങ്ങളെ ഉയർത്തണമേ. ഈശോയുടെ മനുഷ്യാവതാര രഹസ്യങ്ങൾ വഴി, ഈശോയുടെ പരസ്യ ജീവിതം വഴി, അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും പുനരുദ്ധാനവും സ്വർഗാരോഹണവും വഴി നമുക്ക് ലഭിച്ചിരിക്കുന്ന പരമപ്രധാനമായ കൃപ എന്ന് പറയുന്നത് ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ്. ഈ തിന്മയിൽ നിന്നുള്ള ഒരു മോചനം. അങ്ങനെ തിന്മയിൽ നിന്ന് രക്ഷപ്പെട്ട മനുഷ്യൻ, അവനുണ്ടാകുന്ന അടുത്ത തലത്തിലുള്ള പ്രതിസന്ധി എന്ന് പറയുന്നത് അറിഞ്ഞ ദൈവത്തെ ഉപേക്ഷിക്കാനുള്ള പ്രലോഭനമാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, പ്രലോഭനങ്ങളിൽ ഉൾപ്പെടാതെ ഏറ്റവും വലിയ പ്രലോഭനം എന്ന് പറയുന്നത് ദൈവത്തെ ഉപേക്ഷിക്കാനുള്ള പ്രലോഭനമാണ്. ഞാൻ ദൈവത്തെ അറിഞ്ഞിട്ടുണ്ട്, ദൈവത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്, ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്, വചനം വായിക്കുന്നുണ്ട്, വചനം പഠിപ്പിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്, കൂദാശകൾ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ എനിക്ക് പ്രലോഭനമുണ്ടാകുന്നു, ചില പ്രതിസന്ധികളിൽ അകപ്പെടുന്നു. അറിഞ്ഞ ദൈവത്തെ ഉപേക്ഷിക്കാൻ, അറിഞ്ഞ വചനങ്ങൾ ലംഘിക്കാനുള്ള പ്രലോഭനമുണ്ടാകുന്നു, ദൈവത്തെ ഉപേക്ഷിക്കാൻ. അപ്രകാരമുള്ള പ്രലോഭനങ്ങൾ ഈശോ പറയുന്നുണ്ട്, പ്രലോഭനങ്ങൾ ഉണ്ടാകുക സാധാരണമാണ്, പക്ഷേ പ്രലോഭനങ്ങൾ നിമിത്തം ലോകത്തിന് ദുരിതം. ആരൊക്കെയോ പ്രലോഭനത്തിന് കാരണമാകുന്നുവോ
അവരെ ആഴിയുടെ അഗാധങ്ങളിലേക്ക് എറിഞ്ഞു കളയപ്പെടുക എന്നതാണ് അവർക്ക് നല്ലത് എന്ന് പറയുന്നു. കാരണം ഒരു മനുഷ്യനെ ദൈവത്തെ ഉപേക്ഷിക്കാൻ പ്രലോഭിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ഗൗരവമായ ഒരു കുറ്റമാണ്. വലിയ ശിക്ഷ ലഭിക്കേണ്ട ഒരു കുറ്റമാണ് ഒരു മനുഷ്യൻ ദൈവത്തെ ഉപേക്ഷിക്കാൻ ഞാൻ കാരണമാകുക എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ തലത്തിൽ നിൽക്കുന്നത് ഈ ആരോഹണക്രമത്തിൽ, ഈ പ്രാർത്ഥനയുടെ ആരോഹണക്രമത്തിലെ രണ്ടാമത്തെ തലം എന്ന് പറയുന്നത് ദൈവത്തെ ഉപേക്ഷിക്കാനുള്ള പ്രലോഭനമാണ്. മൂന്നാമത്തെ പ്രലോഭനം പാപത്തിൽ തന്നെ തുടരുവാനുള്ള ഒരു പ്രലോഭനമാണ്. പാപിയാണ് ഞാൻ, അതറിയാം, പക്ഷേ പാപം ഉപേക്ഷിക്കാൻ തയ്യാറല്ല. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അതിൻ്റെ ക്ഷമ ചോദിക്കാൻ, തെറ്റ് തിരുത്താൻ തയ്യാറാകാതിരിക്കുന്ന ഒരു സാഹചര്യം. ഇതാ ഈശോ നമ്മെ പഠിപ്പിക്കുകയാണ്, നീ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് തിരികെ വരാൻ ക്ഷണിക്കുന്നു. അതാണ് മൂന്നാമത്തെ തലം. താഴത്തു നിന്ന് മുകളിലേക്ക് വരുമ്പോൾ മൂന്നാമത്തെ തലം, പ്രലോഭനങ്ങളെ അതിജീവിച്ച മനുഷ്യന് വേണ്ടത് അവൻ്റെ പാപങ്ങൾക്കുള്ള മോചനമാണ്. ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമത്തെ തലം ദൈവത്തെ അറിയുക, രണ്ടാമത്തേത് പ്രലോഭനങ്ങളിൽ നിന്ന് മോചനം പ്രാപിക്കുക, സംരക്ഷണം പ്രാപിക്കുക, മൂന്നാമത്തെ തലത്തിൽ നിന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അതിനുള്ള ക്ഷമ ദൈവത്തിൽ നിന്ന് നേടുക. നാലാമതായി നിത്യജീവന്റെ അപ്പം സ്വന്തമാക്കുക. പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യനാണ് നിത്യജീവന്റെ അപ്പം കൊടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പം എന്ന് പറയുമ്പോൾ നിത്യജീവന്റെ അപ്പം മാത്രമല്ല, ഈ ഭൂമിയിൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം നമുക്ക് തരണമെങ്കിൽ നമ്മുടെ പാപങ്ങളിൽ നിന്ന് മോചനം പ്രാപിച്ച് അനുഗ്രഹം പ്രാപിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വളരണം. കഴുകിയ പാത്രത്തിലാണ് അമ്മ ചോറ് വിളമ്പുന്നത് എന്നതുപോലെ തന്നെ ദൈവം അനുഗ്രഹം വർഷിക്കുന്നത് പാപങ്ങൾ ക്ഷമിക്കപ്പെട്ട് മോചിപ്പിക്കപ്പെട്ട് വിശുദ്ധീകരിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യനാണ് ദൈവം അവൻ്റെ അന്നന്നു വേണ്ട അപ്പങ്ങൾ വിതരണം ചെയ്യുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 4 കഴിഞ്ഞ് പിന്നെ മുകളിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ നിത്യജീവന്റെ അപ്പം സ്വന്തമാക്കിയ മനുഷ്യൻ, ദൈവത്തിൻ്റെ കൃപകൾ നേടിയ മനുഷ്യന് അടുത്ത കൃപ ലഭിക്കുന്നു. ദൈവ തിരുമനസ്സിനനുസരിച്ച് ജീവിക്കുന്നതിനുള്ള, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് മുന്നോട്ട് പോകുന്നതിനുള്ള ഒരു വരം കർത്താവ് കൊടുക്കുന്നു. അങ്ങനെ ദൈവ തിരുമനസ് അറിഞ്ഞ് ദൈവ തിരുമനസ്സിനനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യൻ ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. അവൻ ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ ഭാഗമായി മാറുന്നു. ദൈവത്തിൻ്റെ അധികാരത്തിൻ്റെ കീഴിൽ അവൻ നിലനിൽക്കുന്നു. ഹല്ലേലൂയ. 7ാമതായി ഈ പ്രാർത്ഥനയുടെ ആരോഹണക്രമത്തിൻ്റെ ഏറ്റവും മുകളിലായി രാജ്യത്തിലായിരിക്കുന്ന മനുഷ്യൻ, ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യൻ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വം കൊണ്ടുവരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവനാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന മനുഷ്യൻ. പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥനയുടെ ആരോഹണക്രമം എന്ന് പറയുന്നത് ഇതാണ്. നമുക്കറിയാം, നമ്മൾ ഈ പ്രാർത്ഥന ചെല്ലുന്നത് ഒരു അവരോഹണ ക്രമത്തിലാണ്. അതായത് നമ്മൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം പറയുന്നു, പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. ദൈവത്തിൻ്റെ നാമം പൂജിതമാകപ്പെടണമെങ്കിൽ, മഹത്വപ്പെടണമെങ്കിൽ അതിന് തൊട്ട് താഴെയുള്ള കാര്യം സംഭവിക്കണം. അവിടുത്തെ രാജ്യം, അവിടുത്തെ നീതി, അവിടുത്തെ നിയമങ്ങൾ, അവിടുത്തെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടണം. അങ്ങനെ ദൈവത്തിൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ അതിന് തൊട്ട് താഴെയുള്ള കാര്യം സംഭവിക്കണം. ദൈവത്തിൻ്റെ മനസ്സ്, ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ അനുസരിച്ച് വ്യാപരിക്കുന്ന മനുഷ്യരുണ്ടാകണം. അങ്ങനെ ദൈവഹിതം അനുസരിച്ച് വ്യാപരിക്കുന്ന മനുഷ്യരുണ്ടാകണമെങ്കിൽ ദൈവം നൽകുന്ന അപ്പങ്ങൾ സ്വീകരിക്കുന്ന, നിത്യജീവന്റെ അപ്പം സ്വീകരിക്കുന്ന, ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്ന മനുഷ്യരുണ്ടാകണം. ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്ന മനുഷ്യരുണ്ടാകണമെങ്കിൽ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ട മനുഷ്യരുണ്ടാകണം.
പാപം ക്ഷമിക്കപ്പെട്ട മനുഷ്യരുണ്ടാകണമെങ്കിൽ ദൈവത്തെ ഉപേക്ഷിക്കുക എന്ന പ്രലോഭനങ്ങളെ അതിജീവിച്ച മനുഷ്യരുണ്ടാകണം. ദൈവത്തെ ഉപേക്ഷിക്കുക എന്ന പ്രലോഭനം അതിജീവിക്കുന്ന മനുഷ്യരുണ്ടാകണമെങ്കിൽ അതിന് തൊട്ട് താഴെയുള്ളൊരു കാര്യം സംഭവിക്കണം. ദൈവത്തെ അറിയുന്ന, അവിടുത്തെ സ്നേഹം അറിയുന്ന, ദൈവത്തിൻ്റെ ശക്തി അറിയുന്ന, അവിടെ നിന്നാണ് ആകാശവും ഭൂമിയും അതിലുള്ള സമസ്തവും സൃഷ്ടിച്ച് പരിപാലിച്ച് നിയന്ത്രിക്കുന്നതെന്ന് ഓരോ കോശത്തിലും അറിയുന്ന മനുഷ്യരുണ്ടാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഈ പ്രാർത്ഥനയുടെ ആരോഹണക്രമവും അവരോഹണക്രമവും. ഇനി ഈ പ്രാർത്ഥനയിലൂടെ ഈശോ നമുക്ക് ദൈവത്തിൻ്റെ 7 സ്വഭാവങ്ങൾ, ഒരു പ്രത്യേകതകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അവിടുന്ന് സ്വർഗസ്ഥനായ പിതാവാണ് എന്നതാണ്. എന്തുകൊണ്ടാണ് സ്വർഗസ്ഥനായ പിതാവേ എന്ന് നമ്മൾ വിളിക്കുന്നത്? ചില പ്രത്യേകമായ ദേശങ്ങളുടെ അല്ല, ചില ജാതികളുടേതല്ല. ദൈവം എല്ലാറ്റിനും ഭൂമിക്കുമേൽ ഉയർന്നു നിൽക്കുന്നവനാണ്. അവൻ ആരിലും ലിമിറ്റഡ് അല്ല. യഹൂദജനത്തിൻ്റെ മാത്രമല്ല, ക്രിസ്ത്യാനികളുടെ മാത്രമല്ല, ചില പ്രത്യേക വ്യക്തികളുടെ മാത്രമല്ല. ദൈവം എല്ലാവരുടെയും പിതാവാണ്. ഒന്നാമതായി. രണ്ടാമതായി, അവിടുന്ന് രാജാവാണ്. അവിടുന്ന് കൽപ്പിക്കുന്നവനാണ്. അവിടുന്ന് കൽപ്പനകൾ പുറപ്പെടുവിക്കുന്നവനാണ്. അവിടുത്തെ നീതിയും ന്യായവും നടപ്പാക്കാൻ ആഗ്രഹിക്കുന്ന രാജാവാണ്, അധികാരമുള്ളവനാണ്. നന്മകൾക്ക് പ്രതിഫലവും തിന്മകൾക്ക് ശിക്ഷയും നൽകുന്ന രാജാവായ ദൈവത്തെക്കുറിച്ചുള്ളൊരു ചിത്രം. മൂന്നാമതായി, ദൈവം സർവ്വവ്യാപിയാണ്. സ്വർഗത്തിൽ നിറഞ്ഞു നിൽക്കുന്നവൻ തന്നെയാണ് ഭൂമിയിലും നിറഞ്ഞു നിൽക്കുന്നത്. സ്വർഗത്തിലായിരിക്കുന്നവൻ തന്നെയാണ് ഭൂമിയെയും നിയന്ത്രിക്കുന്നത്. സർവ്വവ്യാപിയായ ദൈവത്തിൻ്റെ ഒരു ചിത്രം. നാലാമതായി, ദൈവം പ്രൊവൈഡ് ചെയ്യുന്നവരാണ്, ഫീഡ് ചെയ്യുന്നവനാണ്. ദൈവം ദാനങ്ങൾ നൽകുന്നവരാണ്. ദ പ്രൊവൈഡിങ് ഗോഡ്. ദൈവമേ, ഞങ്ങൾക്ക് ഭക്ഷണം തരണമേ, അപ്പം തരണമേ എന്ന പ്രാർത്ഥനയിൽ ഈശോ നമ്മുടെ ഹൃദയത്തെ ഉണർത്തുന്നത് എല്ലാം നൽകുന്നവനായ ദൈവത്തിലേക്കാണ്. കർത്താവിൽ നിന്ന് സ്വീകരിക്കാത്തതായി എന്താണ് നമുക്കുള്ളത്? ദൈവം നൽകാത്തതായി എന്താണ് നമുക്കുള്ളത്? നൽകുന്നവനായ ദൈവത്തിൻ്റെ ചിത്രം. അഞ്ചാമതായി, ദൈവം ക്ഷമിക്കുന്നവനാണ്. കർത്താവ് നമ്മോട് ക്ഷമിക്കുന്നില്ല എങ്കിൽ ആര് നിലനിൽക്കുമെന്ന് വചനം ചോദിക്കുകയാണ്. നമ്മുടെ പാപങ്ങൾ എത്ര വലുതാണെങ്കിലും കർത്താവിൻ്റെ ക്ഷമ അതിനേക്കാൾ വലുതാണ്. നമ്മൾ വീണ് കിടക്കുന്ന പാപത്തിൻ്റെ കുഴി ആഴമുള്ളതാണെങ്കിലും കർത്താവിൻ്റെ കാരുണ്യം അതിനേക്കാൾ വലിയവനാണ്. ക്ഷമിക്കുന്നവനായ ദൈവത്തിൻ്റെ ചിത്രം. ആറാമതായി, സംരക്ഷണം നൽകുന്നവനായ ദൈവം. ദൈവം സംരക്ഷിക്കുന്നവനാണ്. ദൈവം കാത്തുപരിപാലിക്കുന്നവനാണ്. അവൻ അഭയശിലയാണ്. അവൻ കോട്ടയാണ്. അവൻ പരിചയാണ്. ദൈവം സംരക്ഷിക്കുന്നവനാണ്. ഏഴാമതായി, ദൈവം രക്ഷിക്കുന്നവനാണ്. തിന്മയുടെ പിടിയിൽ നിന്ന് രക്ഷിക്കുന്നവനായ ദൈവം. അങ്ങനെ ദൈവത്തെക്കുറിച്ചുള്ള 7 ചിത്രങ്ങൾ. പിതാവായ ദൈവം, രാജാവായ ദൈവം, സർവ്വവ്യാപിയായ ദൈവം, എല്ലാം നൽകുന്നവനായ ദൈവം, ക്ഷമിക്കുന്നവനായ ദൈവം, സംരക്ഷിക്കുന്നവനായ ദൈവം, രക്ഷിക്കുന്നവനായ ദൈവം. പ്രിയപ്പെട്ടവരെ, ഈ മനോഹരമായ പ്രാർത്ഥന നമ്മെ കൂടുതൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് ആകർഷിക്കുകയാണ്. വചനത്തിൻ്റെ ചുരുളുകൾ അഴിയുമ്പോൾ അത് എളിയവർക്ക് പ്രകാശം നൽകുകയാണ്. ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ഉണ്ടാകുമ്പോഴാണ് കൂടുതൽ എളിമയോടുകൂടെ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നത്. കർത്താവ് നമ്മെ പഠിപ്പിക്കുന്ന ഈ പ്രാർത്ഥനയുടെ കൂടുതൽ ആഴങ്ങളിലേക്ക് കർത്താവെ ഞങ്ങളെ നയിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ഈ പ്രാർത്ഥന നമുക്ക് വലിയൊരു അനുഗ്രഹമായി നൽകിയിരിക്കുകയാണ്. നമുക്ക് കണ്ണുകളടക്കാം.
പിതാവായ ദൈവമേ, അങ്ങയുമായിട്ടുള്ള ബന്ധത്തിലേക്ക് ഞങ്ങളെ കൂടുതൽ ആഴപ്പെടുത്തുന്ന ഈ പ്രാർത്ഥനയെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോ ഞങ്ങളെ പഠിപ്പിച്ച ഈ പ്രാർത്ഥനയുടെ കൂടുതൽ ആഴങ്ങൾ കണ്ടെത്താൻ, അങ്ങയുമായി ഐക്യത്തിലായിരിക്കുവാൻ, അങ്ങയുടെ ജീവനിൽ ലയിക്കുവാൻ, അങ്ങയുടെ സാക്ഷികളായി ജീവിക്കുവാൻ, അങ്ങയുടെ മക്കളെന്ന രീതിയിൽ ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പിതാവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുത്രനായ ദൈവമേ ആരാധന. പരിശുദ്ധാത്മാവായ ദൈവമേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന.